കർഷകരെ സഹായിക്കാത്തവർക്ക് വോട്ടില്ല. മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. കർഷകരെ സഹായിക്കാത്തവർക്ക് വോട്ടില്ലെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ കർഷകർ സംഘടിച്ച് പ്രവർത്തിക്കണമെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക അതിജീവന യാത്രയുടെ താമരശ്ശേരി രൂപതാതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കർഷകർക്കുമേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത വനം വകുപ്പ് തുടരുകയാണെന്നും അതേസമയം കർഷകരെ സഹായിക്കേണ്ട സർക്കാർ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളായി മാറുന്നതിനാൽ പ്രതിസന്ധിയിൽ കഴിയുന്ന കർഷകരെ ജപ്തി ചെയ്യാനാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ നീക്കമെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. മാഡ്രിഡിലെ ജപമാല നിരോധനത്തിനെതിരെ നിയമ പോരാട്ടവുമായി സ്പാനിഷ് അഭിഭാഷക. യൂറോപ്യൻ രാജ്യമായ സ്പെയിനിലെ തലസ്ഥാനമായ മാഡ്രിഡിലെ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ജീസസ് ദേവാലയത്തിന് പുറത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന വിശ്വാസികളെ അന്യായമായി അറസ്റ്റ് ചെയ്ത സ്പെയിനിലെ സോഷ്യലിസ്റ്റ് സർക്കാർ നടപടികൾക്കെതിരെ ജനരോക്ഷം ശക്തമാകുന്നു. സമാധാനപരമായി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന വിശ്വാസികളെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച മാഡ്രിഡ് മുനിസിപ്പാലിറ്റിക്കെതിരെ 4 കുട്ടികളുടെ അമ്മയും അഭിഭാഷകയും ക്രിസ്ത്യൻ അഭിഭാഷകരുടെ സന്നദ്ധ സംഘടനയായ അവോഗാഡോസ് ക്രിസ്ത്യാനോസ് ഈസിന്റെ സ്ഥാപകയുമായ പോളോണിയ കസ്റ്റലോനോസ് ആണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ദിനംപ്രതി ഏറ്റവും കുറഞ്ഞത് 2 ക്രൈസ്തവരെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് ക്രിസ്ത്യൻ മനുഷ്യാവകാശ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ഈ വർഷം നവംബർ വരെ ഏതാണ്ട് 687 ആക്രമണങ്ങളാണ് ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിലായി ക്രൈസ്തവർക്ക് നേരെ നടന്നിരിക്കുന്നത്. 2014 മുതൽ ഇന്ത്യയിൽ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ കുത്തനെ വർദ്ധിച്ചുവെന്നത് വസ്തുതയാണെന്നും ഓപ്പൺ ഡോഴ്സിന്റെ വേൾഡ് വാച്ച് പട്ടികയിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ 11ാം സ്ഥാനത്താണ് ഇന്ത്യയെന്നും UCF കൺവീനർ AC മൈക്കിൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് അറുതി വരുത്തണം. ഫ്രാൻസിസ് പാപ്പ. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും നേരിടുന്ന അതിക്രമങ്ങൾക്ക് അറുതി വരുത്താനും അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ആവശ്യപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ. തന്റെ ട്വിറ്റർ സന്ദേശത്തിലൂടെയാണ് പാപ്പ ഗാസ പ്രദേശത്ത് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പുതുക്കിയത്. ഡിസംബർ 13 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിലും ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയും ഉക്രൈൻ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ ദുരിതം കൂടുതലായി അനുഭവിക്കുന്ന ഗാസ പ്രദേശം എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും പാപ്പ അഭ്യർത്ഥന നടത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ചിത്രം സമ്മാനിച്ചു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറവിലങ്ങാട് പള്ളിമേടയിലും എത്തി. പള്ളിയുടെ മാർത്തോമ നസ്രാണി ഭവനിലൊരുക്കിയ പ്രഭാത ഭക്ഷണം കഴിച്ച് പത്രസമ്മേളനം നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി പള്ളിമേടയിൽ എത്തിയത്. നിധിയിരിക്കൽ മാണിക്കത്തനാർ 12 പതിറ്റാണ്ട് മുൻപ് പണിതീർത്ത പള്ളിമേടയിൽ വിശ്രമിച്ചാണ് മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിന് എത്തിയത്. പള്ളിമേടയിൽ നിന്ന് മടങ്ങിയ മുഖ്യമന്ത്രിക്ക് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ചിത്രം ആർച്ച് പ്രീസ്റ്റ് റെവറൽ ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ സമ്മാനിച്ചു.